അസ്സലാമു അലൈക്കും. സ്ത്രീകൾ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് പാല് നൽകണം, അതല്ല 5 ബാങ്കിന് ശേഷം നൽകണം? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എന്തു പറയുന്നു? നമുക്കറിയാം, ഈ അടുത്ത് ഒരു ഹൈദ്രോസ് തങ്ങള് അബൂബക്കർ ഹഫ്സ ദമ്പതിമാരുടെ കുഞ്ഞിന് 5 ബാങ്കിന് ശേഷം മുലപ്പാൽ നൽകാൻ പറയും. പിന്നീട് അത് വിവാദമാവുകയും ചെയ്തു. എന്നാൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാം. നമ്മുടെ കേരളത്തിലെ സുന്നി വിഭാഗങ്ങൾ അവരൊരിക്കലും ഇങ്ങനെയുള്ള ഒരു വാദം ഉന്നയിക്കുന്നില്ല. അവരേറ്റവും അംഗീകരിക്കുന്ന, അവലംബമാക്കുന്ന ഫതുഹുൽ മുഈൻ എന്ന ഗ്രന്ഥമാണിത്. ഇതിന്റെ പഠനം നിർവഹിച്ചിരിക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഇതിന്റെ പഠനം എഴുതിയിരിക്കുന്നത്. ഇതിന്റെ 573 പേജിൽ പറയുന്നു, മുലയൂട്ടൽ എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. പ്രസവിച്ചയുടൻ പുറപ്പെടുന്ന ലബ് അഥവാ രക്തത്തിന്റെ കലർപ്പുള്ള പാൽ കുട്ടിക്ക് നൽകൽ മാതാവിന് നിർബന്ധമാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അതുണ്ടാവുക. അപ്പോൾ ഫതുഹുൽ മുഈനിൽ പറയുന്നത്, പ്രസവിച്ച ഉടനെ കുറഞ്ഞ സമയത്തുള്ള രക്തം കലർന്ന പാൽ നൽകൽ നിർബന്ധമാണ് മാതാവിന് എന്നാണ് ഫതുഹുൽ മുഈനിൽ പറയുന്നത്. ഇത് ശാഫിഈ മദ്ഹബിലെ പ്രസിദ്ധമായ 5 ഗ്രന്ഥങ്ങൾ നാം നോക്കിയാൽ അതിൽ ഒരു ഗ്രന്ഥം ഈ കിതാബായിരിക്കും, അൽ ബയാൻ. ഇത് 11ാം വോള്യമാണ്. ഇതിൽ കിതാബുർ റളാ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്. മുലയൂട്ടൽ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ 133 പേജിൽ സൈമരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ, ഹിജ്റ 387 മരിച്ച പണ്ഡിതനെ ഉദ്ധരിച്ച് പറയുന്നു, വഇബ്തിദാഉൽ ഹൗലൈനി ഇന്ദ ഖുറൂജി ബഅദിൽ വലദി ലാ ഇന്ദ ഖുറൂജി ജമീഇ. കുട്ടിക്ക് മുലപ്പാൽ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കുട്ടി പുറത്തേക്ക് ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോഴാണ്. കുട്ടിയുടെ മുഴുവൻ ഭാഗവും പോലും പുറത്തു വരണമെന്നില്ല. മുഖഭാവം പുറത്തു വന്ന് കാൽ പുറത്തു വന്നില്ലെങ്കിൽ പോലും മുലയൂട്ടൽ ആരംഭിക്കും എന്നാണ് അൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ ശാഫിഈ മദ്ഹബിലെ 558 ഹിജ്റ മരിച്ച ഇമാമുൽ ഉംറാനി അദ്ദേഹത്തിന്റെ അൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. ഖുർആനിലെ സൂറത്തുൽ ബഖറ എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലെ 233 വചനത്തിൽ പറയുന്നു, വൽ വാലിദാത്തു യുർലിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. മാതാക്കൾ അവരുടെ മക്കൾക്ക് 2 വർഷം പൂർണ്ണമായും പാല് കൊടുക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. മാത്രവുമല്ല, ഈ മുലയൂട്ടൽ ബന്ധത്തിൽ വരുന്ന മറ്റു സ്ത്രീകൾ ഒരു കുഞ്ഞിന് മുലയൂട്ടിയാൽ ആ ബന്ധത്തിലുള്ള കുട്ടികളെയോ ഉമ്മയോ വിവാഹം കഴിക്കാൻ പോലും ഇസ്ലാമിൽ പാടില്ല എന്നതാണ് സത്യം. അതിനാൽ ഇത് ഇസ്ലാമിനെതിരായ ഒരു ആയുധമായി മതേതരന്മാരും ചാനലുകാരും ഉപയോഗപ്പെടുത്തരുത്. ഹൈദ്രോസ് തങ്ങളുടെ വിവരക്കേടായി മാത്രം ഗണിച്ചാൽ മതി. താങ്ക് യു വെരി മച്ച്.